കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കിടയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ 2020 രൂപീകരിച്ച കമ്മീഷനാണ് JB കോശി കമ്മീഷൻ. എന്നാൽ ഇതിനോടുള്ള സർക്കാരിന്റെ സമീപനം പരിശോധിക്കുമ്പോൾ ചില വസ്തുതകൾ കാണാതിരിക്കാൻ കഴിയില്ല. 2023 മെയ് മാസത്തിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് 2 വർഷത്തോളം ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടന്നു. സഭാ നേതൃത്വവും വിശ്വാസികളും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും സമരങ്ങൾ നടത്തിയിട്ടും അനങ്ങാതിരുന്ന സർക്കാർ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് ജനാധിപത്യപരമായ ആത്മാർത്ഥതയല്ല, മറിച്ച് രാഷ്ട്രീയമായ അനിവാര്യതയാണ്. ഇത് കേവലം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു നീക്കമാണെന്ന പൊതുജനത്തിന്റെ സംശയത്തെ തള്ളിക്കളയാനാവില്ല. പ്രഖ്യാപനം വന്ന 4 ദിവസമായിട്ടും റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതും എടുത്തു പറയണമല്ലോ. അതേസമയം 32 ശുപാർശകൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോഴും അവ എങ്ങനെ എപ്പോൾ നടപ്പിലാക്കും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മന്ത്രിസഭയെടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനമാണ് ഭാവിയിൽ ആരംഭിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും മതാധിഷ്ഠിത പേര് നൽകുവാൻ പാടില്ല എന്നത്. അതായത് എയ്ഡഡ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ. ക്രിസ്ത്യാനികൾ അരമുറുക്കി മിച്ചം പിടിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ടുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾക്ക് മറ്റെന്തു പേരാണ് നൽകേണ്ടത്? അതോ സർക്കാർ ചെയ്യുന്നത് പോലെ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് ഓരോ MLA-മാരുടെയും മന്ത്രിമാരുടെയും പേരിട്ട് പത്രത്തിലും TV-യിലും ആ സ്ഥാപനത്തിന്റെ ഇരുവശങ്ങളിലുമായി ബാനറടിച്ച് കൊടുത്താൽ മതിയോ? ഓരോരുത്തരും തങ്ങളുടെ ഓരോ ഓഹരിയിൽ നിന്നും ദാനം ചെയ്ത് പൊതുനന്മയ്ക്കായി സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് തങ്ങളുടെ വിശ്വാസവും പാരമ്പര്യവും പ്രഖ്യാപിക്കുവാനും ഈ നന്മകൾ ചെയ്യുവാൻ കഴിവ് തന്ന നല്ല ദൈവത്തിന് നന്ദി പറയുവാൻ കൂടിയാണ്. ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ന്യൂനപക്ഷങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനാകണം. അതല്ലാതെ വർഷങ്ങളായി ഈ സ്ഥാപനങ്ങൾ പൊതുസമൂഹത്തിന് നൽകി വരുന്ന നിരവധിയായ സേവനങ്ങളെ പരിഹസിക്കുന്നതും തമസ്കരിക്കുന്നതുമാകരുത്. മന്ത്രിസഭയുടെ മറ്റ് പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1947 മുൻപ് ലത്തീൻ കത്തോലിക്ക വിശ്വാസികളായി ചേർന്നവർക്കും അവരുടെ പിൻതലമുറക്കാർക്കും മാത്രമേ ലത്തീൻ കത്തോലിക്ക സമുദായ സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ അർഹതയുള്ളൂ എന്ന നിബന്ധന അശാസ്ത്രീയമായതിനാൽ ബന്ധപ്പെട്ട ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് റവന്യൂ അധികാരികളുടെ അന്വേഷണത്തിന് സഹായകരമായ ഒരു രേഖയായി പരിഗണിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ നടത്തുന്ന പ്രാദേശിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതി സമുദായ സർട്ടിഫിക്കറ്റ് അനുവദിക്കാമെന്നും 1947 എന്ന വർഷം ജാതി സമുദായ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള മാനദണ്ഡമായി പരിഗണിക്കേണ്ടതില്ല എന്നും പുതിയതായി മന്ത്രിസഭ തീരുമാനമെടുത്തിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഗവൺമെന്റ് ഗ്രാന്റായി ഓർഫനേജുകൾക്കും അന്തേവാസികൾക്കും നൽകി വരുന്ന തുക ആനുപാതികമായി വർദ്ധിപ്പിച്ച് 1100 രൂപയിൽ നിന്ന് 1375 രൂപയിലേക്ക് ഉയർത്തി. OEC ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനാൽ ജാതി അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സ്റ്റൈഫൻഡും ലംസം ഗ്രാന്റും സ്കോളർഷിപ്പ് അല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഉത്തരവിറക്കുമെന്നാണ് പറയപ്പെടുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, ബാങ്കിംഗ് സർവീസ് കമ്മീഷൻ എന്നീ ഏജൻസികൾ നടത്തുന്ന മത്സര പരീക്ഷകൾക്കും വിവിധ കോഴ്സുകൾക്കുള്ള പ്രവേശന പരീക്ഷകൾ മുതലായവയ്ക്കും സൗജന്യ പരിശീലനം നൽകുന്ന ട്രെയിനിംഗ് സെന്ററുകൾ ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. ധാരാളം കുടിയേറ്റ കർഷകരുള്ള മലയോര പ്രദേശമായ കണ്ണൂരിലും ഇടുക്കിയിലും കോട്ടയം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലും ധാരാളം മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന എറണാകുളത്തും തിരുവനന്തപുരത്തുമുള്ള തീരപ്രദേശങ്ങളിലും ഇത്തരം ട്രെയിനിംഗ് ഉപകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും വാക്കാലുണ്ട്. പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷന് കണ്ണൂർ ജില്ലയിൽ ഓഫീസ് ആരംഭിക്കും. കമ്മ്യൂണിറ്റി കോട്ടയിൽ സീറ്റുകളിൽ മെറിറ്റ് അടിസ്ഥാനമാക്കി പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന ഗ്രാന്റ് സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിച്ചു നൽകും. ഭരണകാലാവധി തീരാനിരിക്കെ നടത്തുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ അടുത്ത സർക്കാരിന്റെ തലയിലേക്ക് ഉത്തരവാദിത്തം വെച്ചൊഴിയുവാനുള്ള തന്ത്രമാണോ എന്നും സംശയമുയരുന്നുണ്ട്. ബാറുകളുടെ വിഷയത്തിൽ 2 ദിവസത്തിനുള്ളിൽ ഉത്തരവിറക്കിയ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതല്ലാതെ മറ്റൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. മദ്യനയത്തിലും ബാറുകളുടെ സമയക്രമീകരണത്തിലും കാണിച്ച മിന്നൽ വേഗം എന്തുകൊണ്ട് ഒരു ജനവിഭാഗത്തിന്റെ സാമൂഹിക നീതിയുടെ കാര്യത്തിൽ കണ്ടില്ല എന്നതാണ് സാധാരണക്കാരുടെ സംശയം. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കായുള്ള സർച്ചാർ പാലോളി കമ്മിറ്റി ശുപാർശകൾ നടപ്പിലാക്കുന്നതിൽ കാണിച്ച താൽപര്യം ക്രൈസ്തവ വിഭാഗങ്ങളുടെ കാര്യത്തിൽ കാണിച്ചില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 80:20 എന്ന അനുപാതത്തിലെ വിവേചനം കോടതിക്ക് ഇടപെടേണ്ടി വന്ന സാഹചര്യം നാം കണ്ടതാണ്. കേരളത്തിലെ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിതരണത്തിൽ മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ 80:20 എന്ന അനുപാതത്തിൽ ഏർപ്പെടുത്തിയ സംവരണം
ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി അന്നത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. പാലോളി കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തിന് 80%, മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന് 20% നൽകിയതും വിവേചനമാണെന്ന് കോടതി അന്ന് പറഞ്ഞു. ദളിത് ക്രൈസ്തവരുടെ സംവരണം, വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ എന്നിവ പരിഹരിക്കുവാൻ കമ്മീഷൻ നൽകിയ നിർദ്ദേശങ്ങൾ ഇത്രയും കാലം വൈകിപ്പിച്ചത് ഭരണഘടനാപരമായ ബാധ്യതയോടുള്ള അവഹേളനമാണ്. ഒരു സർക്കാർ ജനങ്ങളോട് കാണിക്കേണ്ടത് നീതിയാണ്, അല്ലാതെ തിരഞ്ഞെടുപ്പ് കാലത്തെ ഔദാര്യമല്ല. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വെറുമൊരു പ്രചാരണ ആയുധമാക്കി മാറ്റരുത്. ഇത് നടപ്പിലാക്കാൻ സർക്കാർ കാണിക്കുന്ന കാലതാമസം നീതി നിഷേധത്തിന് തുല്യമാണ്.